അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ ഫസ്റ്റ് എക്സസൈസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതായത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടും അതിൻ്റെ എന്താണ് റേഞ്ച് എന്താണെന്നും കോഡൊമെയിൻ എന്താണെന്നും ഒക്കെയാണ് നമ്മൾ നോക്കി. പക്ഷെ ഇനി ഇതിലാണ് കുറേയും കൂടിയും ഡീറ്റെയിൽ ആയി നോക്കുന്നത്. ഇനി നമുക്ക് റിലേഷൻസ് ആണ് പഠിക്കേണ്ടത്, ബന്ധങ്ങൾ. അതായത് എയും ബിയും നമ്മൾ ശൂന്യഗണമല്ലാത്ത രണ്ട് ഗണങ്ങളാണെങ്കിൽ എ ക്രോസ് ബി നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഉപഗണം എടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് റിലേഷൻസ്. അതായത് നമുക്ക് ഇതേ നിർവചനം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് അടയാളപ്പെടുത്തി തരുന്നത്. എ ബി എന്നിവ ശൂന്യഗണങ്ങളല്ലാത്ത രണ്ട് ഗണങ്ങളും ആർ എന്നത് എ ക്രോസ് ബിയുടെ ഒരു ഉപഗണവുമായാൽ ആറിനെ എയിൽ നിന്നും ബിയിലേക്കുള്ള ഒരു ബന്ധം എന്ന് വിളിക്കുന്നു. അത് പഠിച്ചു വെക്കണേ. നെക്സ്റ്റ്, എ എന്ന ഗണത്തിൽ നിന്നും ബി എന്ന ഗണത്തിലേക്കുള്ള ഒരു ബന്ധത്തിലെ അംഗമായ ഓരോ ക്രമജോഡിയിലെയും രണ്ടാമത്തെ അംഗത്തിനെ ആദ്യത്തെ അംഗത്തിന്റെ പ്രതിബിംബം എന്ന് വിളിക്കുന്നു. അതായത് നമ്മൾ ഒരു എ ക്രോസ് ബി എഴുതുമ്പോൾ സെറ്റ് ഓഫ് ഓൾ 1 2 എന്ന് എഴുതുന്നുണ്ട് അല്ലെ. 1ന്റെ പ്രതിബിംബമാണ് ഏത് എന്ന് പറയുന്നത്? 2 എന്ന് പറയുന്നത്. അതായത് ഇമേജ് ആണ്, ഒന്നിന്റെ ഇമേജ് ആണ് 2 എന്ന് പറയുന്നത്. ഇപ്പൊ 2 3 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ 2ന്റെ ഇമേജ് ആണ് 3 എന്നുള്ളത്. അതിനാണ് ഇമേജ്. എ എന്ന ഗണത്തിൽ നിന്നും ബി എന്ന ഗണത്തിലേക്കുള്ള ഒരു ബന്ധത്തിലെ അംഗമായ ഓരോ ക്രമജോഡിയിലെയും രണ്ടാമത്തെ അംഗത്തിനെ ആദ്യത്തെ അംഗത്തിന്റെ പ്രതിബിംബം എന്ന് വിളിക്കുന്നു. അതും നിങ്ങൾ പഠിച്ചേക്കേണ്ടതാണ്. നെക്സ്റ്റ്, എയിലെ എല്ലാ അംഗങ്ങൾക്കും പ്രതിബിംബങ്ങൾ ഉണ്ടാകണമെന്നില്ല. എയിലുള്ള ഏതൊക്കെ അംഗങ്ങൾക്കാണോ പ്രതിബിംബമുള്ളത് ആ അംഗങ്ങളുടെ ഗണത്തിനെ ബന്ധത്തിന്റെ മണ്ഡലം എന്ന് വിളിക്കുന്നു, അതായത് ഡൊമൈൻ. അതായത് എ എന്ന ഗണത്തില് ഇപ്പോ നമ്മൾ സൂചിപ്പിക്കുമ്പോൾ 1 2 3 ഉണ്ട്. പക്ഷെ ബി എന്ന ഗണത്തില് എന്തുണ്ട്? 4 5 6 ഉണ്ട് വെച്ചെങ്കിലും 1 4 1 5 ഉണ്ട്, 2 6 ഉണ്ട്. ഈ 3ന് പ്രതിബിംബം ഇല്ല എങ്കിൽ നമ്മൾ ഡൊമൈൻ പറയുമ്പോൾ എന്താ പറയുള്ളൂ? 1ഉം 2ഉം മാത്രമേ പറയുള്ളൂ എന്ന്. മനസ്സിലായില്ലേ? എയിലെ എല്ലാ അംഗങ്ങൾക്കും പ്രതിബിംബം ഉണ്ടാവണമെന്നില്ല. അതായത് പ്രതിബിംബം ഏതിനൊക്കെ ഉണ്ടോ അത് മാത്രമാണ് നമ്മൾ ഡൊമൈനിൽ എഴുതുക, അതായത് മണ്ഡലത്തിൽ എഴുതുക. ബന്ധത്തിന്റെ മണ്ഡലത്തിൽ എഴുതുക. ഏതിനൊക്കെയാണോ നമുക്ക് പ്രതിബിംബം ഉള്ളത് ആ സംഖ്യകളെയാണ് നമ്മൾ ഏതായിട്ട് എഴുതുക? ഡൊമൈൻ ആയിട്ട് എഴുതുക. ഇനി അടുത്തത്, എ എന്ന ഗണത്തിൽ നിന്നും ബി എന്ന ഗണത്തിലേക്കുള്ള ഒരു ബന്ധമാണ് ആറെങ്കിൽ ആറിലെ ക്രമജോഡികളിലെ ഒന്നാമത്തെ അംഗങ്ങളുടെ ഗണത്തെ ആറിന്റെ മണ്ഡലം എന്നും രണ്ടാമത്തെ അംഗങ്ങളുടെ ഗണത്തെ ആറിന്റെ രംഗം എന്നും വിളിക്കുന്നു. അതായത് ഇപ്പോ ഇവിടെ ഒരു ബന്ധം പറഞ്ഞിട്ട് 2 3 2 4 3 2 3 6 ഇങ്ങനെ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണ് വെച്ചെങ്കിൽ എന്താണ് പറയണേ? ആറിലെ ക്രമജോഡിയിൽ ഒന്നാമത്തെ അംഗം എന്ന് പറയുന്നത് ഈ എക്സ് 2 3 എന്നുള്ളതാണ്. ഏത് വരിക? എ എന്നുള്ള ഗണം വരിക 2 3. പിന്നെ ആവർത്തിക്കേണ്ട ആവശ്യമില്ല, 2 3 എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലെ എക്സില്. ഇനി വൈയിൽ എന്തുണ്ട്? 3 4 2 6 ഉണ്ട്. അപ്പൊ ബി എന്ത് വരും? 3 4 2 6 എന്ന് വരും അല്ലെ. ഇനി 3 4 2 6 എന്ന് വരും. അപ്പൊ ഇനി എന്താണ് പറയണത്? ആ രണ്ടാമത്തെ ആറിന്റെ മണ്ഡലം, ഇത് എന്താണ്? ആറിന്റെ മണ്ഡലമാണ്. ഇതെന്താണ്? രംഗമാണ്. രംഗം എന്ന് പറയുന്നത് എന്താണ്? റേഞ്ച്. ഇതെന്താണ്? ഡൊമൈൻ. ഇത് ഡൊമൈനും അതായത് മണ്ഡലം, ഇത് റേഞ്ച് അതായത് രംഗം. രംഗം എന്നും വിളിക്കുന്നു. ഇനി അടുത്തത് പറയണത്, ഇത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഈ ഇതിൽ എഴുതിയിരിക്കുന്നത് നോക്കി വെക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇത് വെച്ച് പറയുന്നത്. ബി എന്ന ഗണത്തെ ബന്ധത്തിന്റെ സഹമണ്ഡലം എന്നാണ് പറയുന്നത്. അതായത് ബന്ധത്തിന്റെ മണ്ഡലം എയുടെ ഉപഗണവും രംഗം ബിയുടെ ഉപഗണവുമായിരിക്കും. അതായത് ബി എന്നുള്ള ഇപ്പോ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഇപ്പൊ ഇതെടുക്കുക. ഇത് എങ്ങനെയാണ്? അതായത് പട്ടിക രീതിയല്ല, നിബന്ധന രീതിയല്ല, ആരോ ഡയഗ്രാം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്.
ഇതാണ് ആരോ ഡയഗ്രാം. അതായത് എയിൽ നിന്നുള്ള ഒരു എണ്ണം ബിയിലേക്ക്. അപ്പൊ ഇതിനെ എഴുതണത് എങ്ങനെയാ? പട്ടിക രീതിയിൽ എങ്ങനെ എഴുതുക? 2 4 പിന്നെ എന്താണ് 4 1 4 2 4 3 അല്ലെ? 4 1 4 2 4 3 ഇതാണ് ഏതിലെ അംഗം വരിക? എ ക്രോസ് ബിയിലെ അംഗങ്ങൾ വരിക അല്ലെ? അതായത് റിലേഷൻ വരിക. ആർ എന്ന ബന്ധത്തിന്റെ ആർ എന്ന് പറയുന്നതാണ് സെറ്റ് ഓഫ് ഓൾ 2 4 4 1 4 2 4 3. അതാണ് ഇത് തന്നിരിക്കുന്നത്. അപ്പൊ ഇത് എന്ന് പറയുന്നത്, അപ്പൊ ഇതിന്റെ മണ്ഡലവും രംഗവും എങ്ങനെയാണ്? മണ്ഡലം എന്ന് പറയുന്നത് ഏതാണ്? മണ്ഡലം എന്ന് പറയുന്നത് ഡൊമൈൻ ആണ്. ഈ 2ഉം 4ഉം അതിന് മാത്രമേ പ്രതിബിംബം ഉള്ളൂ. അപ്പൊ അതാണ് മണ്ഡലം. ഇതിന്റെ മണ്ഡലം എന്ത് വരും? മണ്ഡലം എന്ന് പറയുന്നത് 2 4 ആണ് വരിക. ഇനി രംഗം എന്ന് പറയുന്നത് റേഞ്ച്, അത് ഇത് വരും 1 2 3 4 വരും. 1 2 3 4 വരും. പക്ഷേ ഇത് അവര് പറയണത് എന്താന്ന് വിചാരിച്ചാൽ ഇതിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഇമേജ് ഉണ്ടാവണമെന്നില്ല, അതായത് പ്രതിബിംബം ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ നോക്കൂ, ആറിന് പ്രതിബിംബം ഉണ്ടോ? ഇല്ല. അപ്പൊ പ്രതിബിംബം ഉള്ളതിനെ മാത്രമേ നമ്മൾ ഏതിൽ എഴുതുള്ളൂ? മണ്ഡലത്തിൽ എഴുതുള്ളൂ. രംഗത്തിൽ എഴുതണതോ പ്രതിബിംബങ്ങളെ മാത്രമേ രംഗത്തിൽ എഴുതുള്ളൂ. ഇപ്പൊ ബിയില് 6 7 എന്നുള്ളത് കൂടുതൽ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ ഇത് മാത്രമേ നമുക്ക് എന്തിൽ എഴുതുള്ളൂ? രംഗത്തിൽ എഴുതുള്ളൂ. ഈ ബീനെ ഒന്നിച്ച് പറയണതാണ് എന്തെന്ന് പറയുന്നത്? കോഡൊമൈൻ, അതായത് സഹമണ്ഡലം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം. ഇനി ഇതും ഒന്ന് നോക്കി വെക്കണം. എ എന്ന ഗണത്തിൽ നിന്നും ബി എന്ന ഗണത്തിലേക്കുള്ള ആകെ ബന്ധങ്ങളുടെ എണ്ണവും എ ക്രോസ് ബിയുടെ ഉപഗണങ്ങളുടെ എണ്ണവും തുല്യമാണ്. n of a equal to p, n of b equal to q ആയാൽ n of a cross b equal to p q ആയിരിക്കും. അതിനാൽ എയിൽ നിന്നും ബിയിലേക്കുള്ള ബന്ധങ്ങളുടെ എണ്ണം 2pq. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ ക്ലാസ്സിലെ പറഞ്ഞു നമ്മള്, എയിലും ബിയിലും അംഗങ്ങള് പിയും ക്യൂവും ആണെങ്കിൽ n of a എന്ന് പറയുന്നത് പിയും n of b എന്ന് പറയുന്നത് ക്യൂവും ആണെങ്കിൽ n of a ക്രോസ് ബിയില് എത്ര അംഗങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു? p ക്രോസ് q, p ഇൻറ്റു q അല്ലെ? p ഇൻറ്റു q അംഗങ്ങളാണ് ഉണ്ടാവുക. അപ്പൊ n of a ക്രോസ് ബി പി ക്യു ആണ് വെച്ചെങ്കിൽ ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ബന്ധങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? 2pq ആയിരിക്കും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് എക്സസൈസ് ചെയ്യാം. രണ്ടാമത്തെ പരിശീലന പ്രശ്നങ്ങളാണ്. a equal to set of all 1 2 3 etc 40. എയിൽ നിന്നും അതിലേക്ക് തന്നെയുള്ള ഒരു ബന്ധം ചുവടെ കൊടുത്തിരിക്കുന്നു. സെറ്റ് ഓഫ് ഓൾ xy 3x minus y equal to 0, xy belongs to a. ഈ ബന്ധത്തിന്റെ മണ്ഡലം, സഹമണ്ഡലം, രംഗം എന്നിവ എഴുതുക. എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? അതായത് ആർ എന്നുള്ള റിലേഷൻ നമ്മൾ എഴുതി നോക്കുക. എങ്ങനെയാണ് എഴുതുക? അതായത് സെറ്റില് എക്സിന് 1 എന്ന് കൊടുത്താൽ എന്ത് വരും? 3 ഇൻറ്റു 1 3, 3 മൈനസ് y 0 വരണം. അപ്പൊ എന്ത് വരും? 1 വരുമ്പോ y-ന് എന്ത് വരും? 3 വരും അല്ലെ? 1 3. ഇനി 2 വരുമ്പോ എന്ത് വരും? 2 വരുമ്പോ 6, അപ്പൊ 6 വരും. 6 മൈനസ് 6 അല്ലെ 0, അപ്പൊ 6 വരും. ഇനി 3 വരുമ്പോ എന്ത് വരും? 3 ഇൻറ്റു 3 9, 9 മൈനസ് 9 അല്ലെ 0, അപ്പൊ 3 9 വരും. 4 വരുമോ നോക്കൂ, 4 12 ആണ്. 12 മൈനസ് 12 ഉണ്ട്, അപ്പൊ 4 12 വരും. ഇനി 5 കൊടുക്കാൻ പറ്റുമോ നോക്കൂ. 5 കൊടുത്താൽ 15 വരും. 15 മൈനസ് 15, വൈയിൽ 15 വേണം. പക്ഷെ എയിൽ നിന്ന് എയിലേക്കുള്ള ബന്ധം തന്നെയാണ്. അപ്പൊ 14 വരെ വരുള്ളൂ. 15 16 ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് അത് എഴുതാൻ പറ്റുമോ? ഇല്ല. 5 എന്നുള്ളത് എഴുതിയിട്ട് വെച്ചെങ്കിൽ 3 5 15, 15 മൈനസ് 15 ആണ്. അപ്പൊ വൈന് 15 കൊടുക്കണം. പക്ഷെ വൈന് 15 കൊടുക്കാൻ ഇവിടെ ഉണ്ടോ? ഇല്ല. 14 വരെ ഉള്ളതേ ഉള്ളൂ. അപ്പൊ നമുക്ക് അത് എഴുതാൻ പറ്റില്ല. അപ്പൊ ഇത് മാത്രമാണ് നമുക്ക് 6 ആയിട്ട് കിട്ടുക. ഇനി ഇതിന്റെ മണ്ഡലം എഴുതണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിലെ എക്സിലുള്ള വാല്യൂസ് നമ്മൾ എഴുതണം. അതായത് മണ്ഡലം ഏതാണ്? സെറ്റ് 1 2 3 4. അതാണ് നമ്മുടെ ഡൊമൈൻ ഓഫ് ആർ, അതായത് മണ്ഡലം. മണ്ഡലം എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ 1 2 3 4. ഇനി രംഗം എന്ന് പറയുന്നത് എന്താണ്?
റേഞ്ച് റേഞ്ച് എന്ന് പറയുന്നത് ഇതിലുള്ള y ആക്സിസിലുള്ള അംഗങ്ങള്, അതായത് 3, 6, 9, 12. പക്ഷേ ഇനി എന്ത് പറഞ്ഞിട്ടുണ്ട്? സഹമണ്ഡലം കാണണം, അതായത് കോഡൊമൈൻ, അതാണ് സഹമണ്ഡലം. സഹമണ്ഡലം എന്താണ്? സഹമണ്ഡലം എന്ന് പറഞ്ഞാൽ ഈ എയിൽ നിന്ന് എയിലേക്ക് തന്നെയല്ലേ, അപ്പൊ എയിലുള്ള എല്ലാ അംഗങ്ങളുമാണ് സഹമണ്ഡലത്തിൽ ഉണ്ടാവുക. അപ്പൊ എങ്ങനെയാണ്? 1, 2, 3, 4 എക്സിട്ര അപ് ടു 14. അതാണ് സഹമണ്ഡലം, അതായത് കോഡൊമൈൻ. അപ്പൊ ഇതിന്ന് മനസ്സിലാക്കി എന്ന് വിചാരിക്കണു. അതായത് മണ്ഡലത്തിലും രംഗത്തിലും ഉള്ളത് ഈ റിലേഷനിലുള്ള അംഗങ്ങൾ തന്നെയായിരിക്കും. പക്ഷെ എന്താണ് സഹമണ്ഡലത്തിലുള്ളത് ഏതിൽ നിന്നാണോ നമുക്ക് പ്രതിബിംബം ഉള്ളതും ഇല്ലാത്തതും നമുക്ക് എല്ലാം എഴുതാൻ പറ്റും സഹമണ്ഡലത്തില്. അതാണ് കോഡൊമൈൻ, അതിന്റെ പ്രത്യേകത അതാണ്. പക്ഷെ രംഗത്തില് ഏതാണ്? മണ്ഡലത്തിനുള്ള രംഗം എന്ന് പറഞ്ഞാൽ y ആക്സിസിലുള്ള അംഗങ്ങള്. ഇതില് വൈയിലുള്ള അംഗങ്ങള് 3, 6, 9, 12 ആണ്. അത് മാത്രമേ രംഗത്തിൽ വരുള്ളൂ. പക്ഷെ സഹമണ്ഡലം എന്ന് പറഞ്ഞാൽ ഈ എയിൽ നിന്നും എയിലേക്കുള്ള ബന്ധമായതുകൊണ്ട് എ തന്നെയാണ് അതിന്റെ സഹമണ്ഡലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എണ്ണൽ സംഖ്യാ ഗണത്തിലെ ഒരു ബന്ധത്തിന്റെ നിർവചനമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. R ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ, y ഈക്വൽ ടു എക്സ് പ്ലസ് 5. എക്സ് എന്നത് 4ൽ കുറവായ ഒരു എണ്ണൽ സംഖ്യ, എക്സ് വൈ ബിലോങ്സ് ടു n. ഈ ബന്ധം പട്ടികാരീതിയിൽ എഴുതുക. ഇതിന്റെ മണ്ഡലവും രംഗവും എഴുതുക. എങ്ങനെയാണ് പട്ടികാരീതിയിൽ എഴുതുക? അതായത് R എന്നത് എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് ഓൾ എന്താണ് 4ൽ കുറവായ എണ്ണൽ സംഖ്യയാണ് എക്സ്. അതായത് എക്സിന് 1 കൊടുത്തു നോക്കുക. അപ്പൊ 1 കൊടുത്താൽ എന്ത് വരും? 1 + 5 6 വരും. 1 6. 2 കൊടുത്താൽ എന്ത് വരും? 2 7. 3 കൊടുത്താൽ എന്ത് വരും? 3 8 അല്ലെ? 4 കൊടുത്താൽ 4ൽ കുറവായ എന്നാണ് പറഞ്ഞേക്കണ. അപ്പൊ എക്സിന് 4 കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇത്രയും പറ്റുള്ളൂ. 1 6 2 7 3 8. അതാണ് 6. അപ്പൊ ഡൊമൈൻ എങ്ങനെ വരും? ഡൊമൈൻ എന്ന് പറയണത് എക്സിലുള്ള അംഗങ്ങൾ, അതായത് 1 2 3. 1 2 3 ആണ് ഡൊമൈൻ. റേഞ്ച് എന്ത് വരും? അതായത് രംഗം. മണ്ഡലം എന്ത് വരും? ഡൊമൈൻ. മണ്ഡലമാണ് ഡൊമൈൻ. റേഞ്ച് എന്ന് പറയുന്നത് രംഗമാണ്. രംഗം എത്ര വരും? 6 7 8. അതാണ് റേഞ്ച്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A equal to set of all 1 2 3 4 5 1 2 3 5 4 6 9 B. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ബന്ധമാണ് R. R equal to set of all x y. x y ഇവ തമ്മിലുള്ള വ്യത്യാസം ഒരു ഒറ്റ സംഖ്യയാണ്. x belongs to A, y belongs to B എന്നത് ഈ ബന്ധം പട്ടികാരീതിയിൽ എഴുതുക. അതായത് സെറ്റ് ഓഫ് ഓൾ എക്സ് സെറ്റ് ഓഫ് ഓൾ ക്രമജോടിയായിട്ട് എഴുതണം അല്ലെ. ഇതിൽ നിന്ന് എന്താ പറഞ്ഞ? എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ബന്ധമാണ് R. എക്സും വൈയും തമ്മിലുള്ള വ്യത്യാസം ഒരു ഒറ്റ സംഖ്യയാണ് എന്ന് പറഞ്ഞാൽ 1ഉം 4ഉം പറ്റും അല്ലെ. 1 4 എന്നുള്ളത് പറ്റും. പിന്നെ എന്ത് പറ്റും? 1 6 പറ്റും അല്ലെ. 1 6 - 1 5 ആണ്. അപ്പൊ നമുക്ക് പറ്റും. 1 9 പറ്റുമോ? ഇല്ല. 8 ആണ് വരിക. അപ്പൊ അതെന്താണ്? ഇരട്ട സംഖ്യയാണ്, ഒറ്റ സംഖ്യയാണ് വേണ്ടത്. അപ്പൊ 2 4 പറ്റുമോ? ഇല്ല. 4 - 2 2 ആണ്. 2 6 പറ്റുമോ? ഇല്ല. 6 - 2 4 ആണ്. 9 - 2 പറ്റും അല്ലെ. അപ്പൊ 2 9 പറ്റും. ഇനി എന്ത് പറ്റും? 3 4 പറ്റുമോ? 1 ആണ് വരിക വ്യത്യാസം. 3 6 പറ്റുമോ? 3 ആണ് വ്യത്യാസം, അതും വരും. 3 9 പറ്റുമോ? ഇല്ല. 3 9 എന്ന് പറഞ്ഞാൽ 9 - 3 6 ആണ്. അത് എന്താണ്? ഇരട്ട സംഖ്യയാണ്. 5 4 വരുമോ? അത് തമ്മിലുള്ള വ്യത്യാസം എന്ത് വരും? 1 എന്ന് വരും അല്ലെ. പിന്നെ 5 6 എന്നുള്ളതോ? 5 6 എന്നുള്ളതും 1 വരും അല്ലെ. 5 6 എന്നുള്ളതും വരും. ഇനി എന്ത് വരും? 5 9 വരുമോ? ഇല്ല. 4 ആണ് വരിക. അപ്പൊ ഈവൻ നമ്പർ ആണ്. അപ്പൊ എത്രയാണ് വരിക? 1 4 1 6 2 9 3 4 3 6 5 4 5 6. ഇത്രയും അംഗങ്ങളാണ് ഏതിൽ വരിക? 6ൽ വരിക. R ഈക്വൽ ടു ഇതാണ്. ഇനി എന്താ പറഞ്ഞിരിക്കണേ? ഈ ബന്ധം പട്ടികാരീതിയിൽ എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ പിന്നെ ഇത് തന്നെയുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
പി എന്ന ഗണത്തിൽ നിന്നും ക്യൂ എന്ന ഗണത്തിലേക്കുള്ള ഒരു ബന്ധം ചിത്രത്തിൽ നൽകിയിരിക്കുന്നു. ഈ ബന്ധം നിബന്ധനാ രീതിയിലും പട്ടികാരീതിയിലും എഴുതുക. ഇതിന്റെ മണ്ഡലവും രംഗവും എന്താണ്? അതായത് ആദ്യം നിബന്ധനാ രീതി എഴുതാം. ആർ ഈക്വൽ ടു എങ്ങനെയാണ് എഴുതുക? സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ്, അല്ലെ, എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഈക്വൽ ടു എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. വൈ എന്ന് പറയുന്നത് എക്സിൽ നിന്ന് 2 കുറച്ചതല്ലേ നോക്കൂ. എക്സ് മൈനസ് 2 ആണ്. അപ്പൊ y ഈക്വൽ ടു എക്സ് മൈനസ് 2 ഫോർ ഓൾ എക്സ് ഈക്വൽ ടു എന്തൊക്കെയാ കൊടുത്തിരിക്കണേ? 5 6 7. എക്സ് ഈക്വൽ ടു 5 6 7. ഇതാണ് നിബന്ധനാ രീതി. ഇനി എന്തെങ്കിലും എഴുതാൻ പറഞ്ഞിരിക്കുന്നത്? പട്ടിക രീതിയിലും എഴുതണം, അല്ലെ? ആറിനെ എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയേഴ്സ് ആയിട്ട് എഴുതാം. 5ന് പ്രതിബിംബം ഏതാണ്? 3. അപ്പൊ ക്രമജോടി 5 3. പിന്നെ എന്താണ്? ക്രമജോടി 6 4. ക്രമജോടി 7 5. ഇതാണ് നമ്മുടെ എന്ത്? 6 എന്ന് പറയുന്നത്. പട്ടിക രീതിയിൽ എഴുതുമ്പോൾ ഇതാണ് നിബന്ധനാ രീതി. y ഈക്വൽ ടു എക്സ് മൈനസ് 2 ഫോർ ഓൾ എക്സ് ഈക്വൽ ടു 5 6 7. ഫോർ ഓൾ എക്സ് ഈക്വൽ ടു 5 6 7 എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇവിടെ 5 6 7 മാത്രമേ എക്സിന് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് നമുക്ക് ഏത് കിട്ടണത്? ഈ റിലേഷൻ കിട്ടണത്. ഇനി അടുത്തത് ഇതിന്റെ മണ്ഡലവും രംഗവും എഴുതുക. ഇനി മണ്ഡലം അപ്പൊ ഇതെന്ത് എഴുതി? 5 3 6 4 7 5 എന്നുള്ളത് എഴുതി, അല്ലെ? ഇതിന്റെ മണ്ഡലവും രംഗവും എഴുതുക. മണ്ഡലം എങ്ങനെ എഴുതുക? അതായത് എക്സ് ആക്സിസിലുള്ളത്, അല്ലെ? അപ്പൊ മണ്ഡലം ഏതൊക്കെ വരും? മണ്ഡലം എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ 5 6 7. 5 6 7. ഇനി രംഗം എന്തൊക്കെയാണ് വരിക? രംഗം എന്ന് പറയുന്നത് വൈ ആക്സിസിലുള്ളത് 3 4 5. 3 4 5. ഇതാണ് മണ്ഡലവും രംഗവും. മണ്ഡലം എന്ന് പറയുന്നത് ഡൊമൈൻ ആണ്. രംഗം എന്ന് പറയുന്നത് റേഞ്ച് ആണ്. സഹമണ്ഡലം എന്ന് പറയുന്നതാണ് കോഡൊമൈൻ. നെക്സ്റ്റ്, എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 1 2 3 4 6. എയിലുള്ള ഒരു ബന്ധം ആർ നിർവചിച്ചിരിക്കുന്നത് ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ ബി സച്ച് ദാറ്റ് എ ബി ബിലോങ്സ് ടു എ കൊണ്ട് ബി യെ പൂർണ്ണമായും ഹരിക്കാൻ കഴിയും എന്നാണ്. ആറിനെ പട്ടിക രീതിയിൽ എഴുതുക. എ തന്നുണ്ട്, അല്ലെ? 1 2 3 4 6. എയിലുള്ള ഒരു ബന്ധം നിർവചിച്ചിരിക്കുന്നത് എന്താണ്? ബിയെ പൂർണ്ണമായും ഹരിക്കാൻ കഴിയും എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ ഏതൊക്കെയാണ് നമുക്ക് എഴുതാൻ പറ്റുക? 6 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാൻ പറ്റും? സെറ്റ് ഓഫ് ഓൾ 1 1, അല്ലെ? 1/1 ചെയ്യാൻ പറ്റില്ലേ? ഇനി 1 2 പറ്റും, അല്ലെ? 2/1 പറ്റും. 1 3 3/1. 1 4. ഇനി 1 6, അല്ലെ? 1 6. കാരണം ഇവിടെ 1 2 3 4 6 ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ 1 2 3 4 6 1 വെച്ചിട്ട് എഴുതിയത്. ഇനി 2 വെക്കുമ്പോ എങ്ങനെയാണ് വരിക? 2 വെക്കുമ്പോ 2 1 വരുമോ? ഇല്ല. 1/2 ഒരു പൂർണ്ണസംഖ്യയായില്ല. ഇനി എന്താണ്? 2/2 വരും, അല്ലെ? 2 2 വരും. പിന്നെ എന്ത് വരും? 2 3 വരുമോ? ഇല്ല. 3/2 ഒരു പൂർണ്ണസംഖ്യയല്ല. 2 4 വരും. 4/2 ഒരു പൂർണ്ണസംഖ്യയാണ്. 2 6 വരും. 2 അതായത് 3 എന്ന് വരും. 6/2 3 എന്ന് വരും. അപ്പൊ 2 കഴിഞ്ഞു. ഇനി 3ലോ 3 3 വരും, അല്ലെ? 3 3 വരും. പിന്നെ എന്ത് വരും? 3 6 വരും, അല്ലെ? ഇനി 4ൽ എന്ത് വരും? 4 4 വരും, അല്ലെ? 4 4 അല്ലേ വരുള്ളൂ. പിന്നെ ഒന്നും വരില്ലല്ലോ. പൂർണ്ണസംഖ്യ ആയി കിട്ടണം. അപ്പൊ ഇനി 6ലോ 6 6 മാത്രമേ വരുള്ളൂ. അപ്പൊ ഇത്രയുമാണ് നമുക്ക് എന്തിലുള്ളത്? ആറിലുള്ളത്. ആറിനെ പട്ടിക രീതിയിൽ എഴുതിയാൽ ഇതാണ് വരിക. ഇനി ആറിന്റെ മണ്ഡലം എങ്ങനെയാ കണ്ടുപിടിക്കുക? മണ്ഡലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള എക്സിലുള്ള അംഗങ്ങള് ഇതിലെല്ലാം ഒന്നാണ് റിപ്പീറ്റ് ചെയ്യണേ. ഇവിടെ 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്. അപ്പൊ എന്താണ് മണ്ഡലം എന്ന് പറയുന്നത്? എന്ത് വരും? സെറ്റ് ഓഫ് ഓൾ 1 2 3 4 6, അല്ലെ? അത് എ തന്നെ.
അപ്പൊ അതാണ് മണ്ഡലം. ഇനി റേഞ്ച്, അതായത് രംഗം. രംഗം എങ്ങനെയാണ് എഴുതുക? അതായത് y ആക്സിസിലുള്ള അംഗങ്ങളാണ് റേഞ്ച് ആയിട്ട് എഴുതുക അല്ലെ. വൈയിലുള്ളത് ഏതൊക്കെയാണ്? 1, 2, 3, 4, 6 അല്ലെ. അപ്പൊ എന്തൊക്കെ വരും? 1, 2, 3, 4, 6. ഇതാണ് ഏതെന്ന് പറയണത്? രംഗം, റേഞ്ച്. റേഞ്ച് എന്ന് പറയുന്നത് ഏതൊക്കെ വരും? y ആക്സിസിലുള്ള അംഗങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് 1, 2, 3, 4, 6 ഇത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം റിപ്പീറ്റ് ചെയ്യണതല്ലേ. അപ്പൊ ഇതാണ് രംഗവും മണ്ഡലവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. R equal to set of all x such that x set of all x plus 5 x belongs to 0, 1, 2, 3, 4, 5 എന്ന ബന്ധത്തിന്റെ മണ്ഡലവും രംഗവും എഴുതുക. മണ്ഡലം എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിന് വാല്യൂ കൊടുക്കണത്. അതായത് എക്സിന് 0 കൊടുത്താൽ എന്ത് വരും? വൈന് ഏത് വരും? 5 എന്ന് വരും അല്ലെ. അപ്പൊ 0, 5 ഒരു ക്രമജോടിയാണ്. ഇനി അടുത്തത് 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും? 1, 6 എന്ന് വരും. 2 കൊടുത്താൽ എന്ത് വരും? 2, 7 എന്ന് വരും. 3 കൊടുത്താലോ 3, 8 എന്ന് വരും. 4 കൊടുത്താൽ എന്ത് വരും? 4, 9 എന്ന് വരും. 5 കൊടുത്താലോ 5, 10 എന്ന് വരും. അപ്പൊ ഇതാണ് ആറിലുള്ള അംഗങ്ങൾ അല്ലെ. അപ്പൊ ഇതിന്റെ മണ്ഡലവും രംഗവും എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ഡലം എന്ന് പറഞ്ഞാൽ എക്സിലുള്ള അംഗങ്ങൾ. അതായത് മണ്ഡലം ഇതിന് എന്ത് വരും? മണ്ഡലം ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 0, 1, 2, 3, 4, 5. അതാണ് മണ്ഡലം. ഇനി രംഗം എന്ത് വരും? രംഗം അതായത് റേഞ്ച് എന്ന് പറയുന്നത് വൈയിലുള്ള അംഗങ്ങൾ 5, 6, 7, 8, 9, 10. 5, 6, 7, 8, 9, 10. അതാണ് റേഞ്ച്, രംഗം എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. R ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ x ക്യൂബ്. എക്സ് 10ൽ താഴെയുള്ള ഒരു അഭാജ്യ സംഖ്യ എന്ന ബന്ധത്തിനെ പട്ടിക രീതിയിൽ എഴുതുക. അപ്പൊ R എങ്ങനെയാ വരിക? സെറ്റ് ഓഫ് ഓൾ എക്സിന് 1 കൊടുത്താൽ എന്ത് വരും? 1 ക്യൂബ് 1 തന്നെ. 2 കൊടുത്താൽ എന്ത് വരും? 2 ക്യൂബ് 8. 3 കൊടുത്താലോ 3 ക്യൂബ് 27 അല്ലെ. 4 കൊടുത്താൽ 4 ക്യൂബ് 64 അല്ലെ. 4 കൊടുക്കണ്ട, സോറി, ഇവിടെ 1 കൊടുക്കാൻ പാടില്ല. എന്താണ്? ഒരു അഭാജ്യ സംഖ്യയാണ് അല്ലെ. അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ 1 കൊടുക്കോ? ഇല്ല, അഭാജ്യ സംഖ്യ അല്ല 1. അപ്പൊ 2 കൊടുക്കണം, 3 കൊടുക്കണം, പിന്നെ 4 കൊടുക്കാൻ പാടില്ല. അഭാജ്യ സംഖ്യ പിന്നെ ഏതാണ്? 5 ആണ്. 5 ക്യൂബ് എത്രയാണ്? 125 അല്ലെ. ഇനി 6 കൊടുക്കില്ല, കാരണം അഭാജ്യ സംഖ്യയല്ല. 7ന്റെ ക്യൂബ് എന്ത് വരും? 343 ആണ്. 7 ക്യൂബ് 343 ആണ്. അപ്പൊ ഇനി എന്താണ്? പിന്നെ വരിക 11 ആണ്. അപ്പൊ 10നേക്കാട്ടും വലുതായി. അപ്പൊ ഇനി നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഏതൊക്കെ വരും? 2, 8, 327, 5, 125, 7, 343. ഇതാണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A ഈക്വൽ ടു, അപ്പൊ നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം, അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ടോന്ന്. അപ്പോഴാണ് എക്സിന് നമുക്ക് ഏതൊക്കെ കൊടുക്കാൻ പറ്റും? 2, 3, 5, 7 ഇത്രയേ കൊടുക്കാൻ പറ്റുള്ളൂ, അഭാജ്യ സംഖ്യ ആയതുകൊണ്ട്. 10ൽ താഴെയുള്ള ഒരു അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ട് എക്സ്. അപ്പൊ എക്സിന് ഏത് വാല്യൂസ് എല്ലാം കൊടുക്കാം? 2, 3, 5, 7 എന്നുള്ള വാല്യൂസ് ആണ് കൊടുക്കാൻ പറ്റുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. A ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ XYZ, B ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 1, 2 ആയാൽ എയിൽ നിന്നും ബിയിലേക്കുള്ള ബന്ധങ്ങളുടെ ആകെ എണ്ണം കണ്ടുപിടിക്കുക. അപ്പൊ എയിൽ നിന്ന് ബിയിലേക്കുള്ള ബന്ധങ്ങൾ, എ ക്രോസ് ബിയിൽ എത്ര അംഗങ്ങൾ ഉണ്ടാവും? എ ക്രോസ് ബിയിൽ N ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. N ഓഫ് ബി എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. അപ്പൊ N ഓഫ് എ ക്രോസ് ബി എത്രയാണ് വരിക? 3 ഇൻറ്റു 2 അല്ലെ. അത് എത്രയാണ്? 6. അപ്പൊ ഇനി ബന്ധങ്ങളെ എത്ര എണ്ണം വരും? 2:6. അപ്പൊ അത് എത്രയാണെന്ന് നോക്കിയിട്ട് എഴുതുക. ഈ 2 4, 4 2 8, 8 2 16, 16 2 32, 32 2 64, 64 2 64 വരുള്ളൂ. 6 എണ്ണായി. 2 8, 8 2 16, 16 2 32, 2 64.
അത്രയാണ് ബന്ധങ്ങൾ വരിക. 2:6 എന്ന് എഴുതിയാൽ മതി. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതാണോ ഓപ്ഷൻ തന്നിരിക്കണമെങ്കിൽ അതനുസരിച്ച് നമ്മൾ എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്വസ്റ്റ്യനും കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഗ്രാഫാണ് അവർ പറയണേ. ഗ്രാഫിനെ പറ്റിയുള്ള ചോദ്യം വരാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് നമ്മൾ അത് പറയുന്നില്ല. പൂർണ്ണസംഖ്യാ ഗണമായ സെഡിൽ നിർവചിക്കപ്പെട്ടിട്ടുള്ള ഒരു ബന്ധമാണ് ആർ. ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ ബി ബിലോങ്സ് ടു സെഡ്, എ മൈനസ് ബി ഒരു പൂർണ്ണസംഖ്യ. ഈ ബന്ധത്തിന്റെ മണ്ഡലവും രംഗവും കണ്ടുപിടിക്കുക. എ മൈനസ് ബി ഒരു പൂർണ്ണസംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ, അതായത് സെഡിലാണ്. സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെഡ് എന്ന് പറഞ്ഞാൽ ഇൻഡിജേഴ്സ് അല്ലെ? സെഡ് എന്ന് പറഞ്ഞാൽ ഇൻഡിജേഴ്സ്. അതിൽ പോസിറ്റീവും നെഗറ്റീവും നമ്പേഴ്സ് ഉണ്ട് അല്ലെ? പോസിറ്റീവ് നെഗറ്റീവ് ഇൻഡിജേഴ്സ് ഉണ്ട്. അപ്പൊ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ അതിന്റെ മണ്ഡലം എന്ന് പറയുന്നത് സെഡ് തന്നെയാവും. കാരണം സെഡിന് ഏതൊരു വാല്യൂ കൊടുത്താലും നമുക്ക് റേഞ്ചിൽ ഒരു വാല്യൂ കിട്ടും. അപ്പൊ റേഞ്ച് എന്ന് പറയുന്നതും സെഡ് തന്നെയാണ്. മണ്ഡലം ഡൊമൈൻ എന്ന് പറയുന്നതും സെഡ് തന്നെയാണ്. റേഞ്ച് എന്ന് പറയുന്നതും സെഡ് തന്നെയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.